വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുവിൽ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എന്റെ വണ്ടിയെ ഞാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞേക്കണ. എന്റെ ജീവിതം മുടങ്ങി ഞാൻ എന്നാ ചെയ്യും? സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ നടന്ന അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കാരിക്കുന്നം പ്ലാന്റേഷനിൽ താമസിക്കുന്ന രാജു പോലീസിൽ പരാതി നൽകി. ആരോപണം തെളിയിക്കുന്ന പക്ഷം 1 ലക്ഷം രൂപയോ തന്റെ ഓട്ടോറിക്ഷയോ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ വ്ളോഗർ ആരോപണം തെളിയിക്കാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ ട്രാൻസ്ഫർ സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവർ കൈ നീട്ടിയത്. 2 പേരുണ്ടായിരുന്നു. അപ്പോൾ കൈ നീട്ടിച്ച് വണ്ടിയെ കയറി. ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. അവർ പറഞ്ഞ ഹോട്ടലിന്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. ഈ സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ സ്റ്റുഡിയോ അറിയത്തില്ല. നിങ്ങൾ കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലാണ്ട് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവർ എടുത്ത് വായിക്ക് ചോദിച്ചു, ചേട്ടൻ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഓടണമല്ലേ വണ്ടി. അപ്പോൾ ഇവർ വണ്ടിയെ കയറിയപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. കഞ്ചാവാണോ എന്നൊക്കെ അടിച്ചേക്കണം ദൈവത്തിന് മാത്രം അറിയാം. ഇനി ഞാൻ കള്ളും കൂടെ കുടിച്ചെന്നാണോ നിങ്ങൾ പറയണമെന്ന്. അപ്പോൾ അവരവിടെ ഇറങ്ങി ഒരുത്തിനും വേറെ ഒരുത്തിനും ഇങ്ങനെ കവചമായിട്ട് എന്നെ ഇങ്ങനെ നിന്നേച്ച് ആ വർത്താനം പറയണു. അവൾ അവിടെ ഇറങ്ങി നിന്ന് എൻ്റെ ഈ വീഡിയോ എടുക്കുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നെന്നും പറഞ്ഞു. എൻ്റെ സാരി കിടന്ന് വണ്ടി ഓടിക്കണ പയ്യൻ പറഞ്ഞു. എന്നോട് അവൻ ചോദിച്ചു ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്നാ പറ്റിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവിച്ചാൽ വേറെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തെരുവോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. വണ്ടിക്കൂലിയും മേടിച്ചിട്ടില്ല, വണ്ടി ഓടിയില്ല. ഇതിൻ്റെ പേരിൽ എനിക്ക് ഓട്ടോ ഇല്ല. ഇപ്പം എത്ര ദിവസമായെന്നറിയോ വണ്ടി ഓടിയിട്ട് ആരും വിളിക്കണില്ല. കള്ളു കുടിച്ച് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരും വിളിക്കണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, എൻ്റെ മക്കളും എല്ലാവരും പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസം കേസ് കൊണ്ടു കൊടുത്തു. ഇവിടെ SP ഓഫീസിൽ വെച്ച് വിളിച്ചു. ഇവിടെ വന്നപ്പോൾ സാർമാർ പറഞ്ഞു സൈബർ സെല്ല് പൈനാവിലാണ്, അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് വിളിച്ചു. എന്നോട് തൊടുപുഴ സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. അവളെയും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതം മുടങ്ങി ഞാൻ എന്നാ ചെയ്യും? ഞാൻ വെള്ളം കുടിച്ചെന്ന് തെളിയിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ 1 ലക്ഷം രൂപ എൻ്റെ വണ്ടിയെ ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞേക്കണ. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇതിൻ്റെ സ്ഥലം വരെ ഇല്ല. ഇവളും ഇവിടെ കൂടുതൽ ഒരു ആണും കൂടെ ഉണ്ടായിരുന്നത്. അവൾ ഇപ്പോൾ ഇവിടെ വന്നു ഇപ്പോൾ സ്റ്റേഷനിൽ വന്നപ്പോൾ അവൾ പെണ്ണായി. നമ്മളെ എന്ത് കാണിച്ചിനാണ് ഇവരിങ്ങനെ ദ്രോഹിച്ചതെന്നുള്ളത് എനിക്കറിയണം. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞു സാറേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തന്നെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഓട്ടം കിട്ടണില്ല. എനിക്ക് അവളും മാപ്പ് പറയണമെന്ന് എനിക്കുള്ളൂ. കാരണം വേറെ അല്ല അതിനകത്ത് പ്രശ്നം. കാരണം എന്നെ ഇങ്ങനെ ഇതുപോലെ ബുദ്ധിമുട്ട് വേറൊരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്.